സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹൈന്ദവരുടെ മേൽ ഒരു വലിയ കടന്നുകയറ്റമല്ലേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ തെളിവ് ഇപ്പോൾ കേരള ലോട്ടറിയിൽ തന്നെ നമ്മൾ കണ്ടത്, ശിവലിംഗത്തിൽ അല്ലേ? അതെ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഈ ഹൈന്ദവരെ വ്രണപ്പെടുത്താം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നോട്ടവും അവരുടെ ലക്ഷ്യവും അതായി തീർന്നിരിക്കുകയാണ്. ഇതൊരു പക്ഷേ വലിയ ഈ മതവൈരം പോലും വളർത്തിയെടുക്കത്തില്ലേ? മതവൈരം വളർത്തുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. സർക്കാർ ഹാലളവി നിൽക്കുകയാണ്. കാരണം സർക്കാരിൻ്റെ കോട്ടയായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷത്തിൻ്റെ തറവാട്ട് സ്വത്തായിട്ട് 45 വർഷം കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാദി ഇളകിയിട്ടുണ്ട് സർക്കാരിന്. പല അവരുടെ കോട്ട സ്ഥലങ്ങളായ കൊല്ലവും പാലക്കാടും തൃപ്പൂണിത്തുറയും എല്ലാം ഇളകി. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ വേണം അവർക്ക്. അപ്പോൾ ഹിന്ദുക്കളുടെ പിന്തുണയാണ് സർക്കാരിനുണ്ട്. അപ്പോഴപ്പോഴാന്ന് ഹൈന്ദവീയതയെ മുൻനിർത്തുന്നു എന്ന് നമ്മുടെ സമസ്തയുടെ നേതാവ് അപ്പോഴപ്പോഴാന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമായിരുന്നു. ന്യൂനപക്ഷങ്ങളെ ശ്രദ്ധിക്കുന്നില്ല സമസ്ത പുരോഹിതൻ. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സാഹിബും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹൈന്ദവർ ശകലം ഇടതുപക്ഷ ചായ്വിലുള്ളവർ പിന്മാറിയോ എന്നൊരു സംശയമായതുകൊണ്ടും വരുന്ന 3 മാസം കഴിയുമ്പം അസംബ്ലി തിരഞ്ഞെടുപ്പുള്ളതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ അവർക്ക് മലബാർ മേഖലകളിലും തിരുവിതാംകൂർ മേഖലകളുടെ ചില ന്യൂനപക്ഷ മേഖലകൾ വേണമെന്നുള്ളത് കൊണ്ടും ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ഹൈന്ദവരെ ഒന്ന് മോശമാക്കാം എന്നുള്ള ഇതിലാണ് ഈ ലളിതകല അക്കാഡമിക്കാരാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് നമ്മുടെ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുക്കുന്നത്. എന്നാൽ ഈ ലോട്ടറി ഡയറക്ടർമാരൊന്ന് പിന്നെ പരിശോധിക്കണം. ഇത് ഒരു നല്ല നല്ല കാർട്ടൂൺസിലൂടെ ഉണ്ടല്ലോ. കാർട്ടൂൺ നാരായണപിള്ള സാറ്, കാനായി കുഞ്ഞിരാമൻ സാറ്, അതുപോലെ തന്നെ കാരിക്കമണ്ഡപം വിജയകുമാർ, ഇവരെ പോലുള്ളവരെ വെച്ചൊരു സ്കൂട്ടനിങ് കമ്മിറ്റി പോലെ ഉണ്ടാക്കിയിട്ട് ഏത് ചിത്രങ്ങൾ ലോട്ടറിയിൽ വച്ചാൽ മതി എന്നൊരു തീരുമാനം അവരെടുക്കുന്നില്ല. ഇത് കിട്ടിയ ഉടനെ തന്നെ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണല്ലോ ലോട്ടറി. അവരങ്ങ് പ്രിൻ്റ് ചെയ്തങ്ങ് ഇറക്കുന്നു. അത് സ്പഷ്ടമായിട്ട് ഹിന്ദുക്കളെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചിത്രമാണ്. സാമാന്യം അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് ആ പടം കണ്ടാൽ അറിയാം. എന്താ ആദ്യം ഇതത്ര വ്രണപ്പെടുത്തുന്നുണ്ടോ? നല്ല രീതിയിൽ ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. ഞാൻ പല ചിത്രകാരന്മാരുമായിട്ട് ആ പടം കൊടുത്ത് ആശയവിനിമയം ചെയ്തു. ഉറപ്പായിട്ടും അറിയാമെന്നുള്ള, പക്ഷേ ഇത് ലെഫ്റ്റ് അർബൻ നക്സലൈറ്റുകളും ഇസ്ലാമിസ്റ്റുകളും ചേർന്നിട്ടുള്ളൊരു കളി ആകാമെന്ന് കൊണ്ട് അതിനൊരു അന്വേഷണം വച്ച് ഇത് വരണം. കാരണം കൃഷ്ണൻ്റെ മൈപ്പീലിയിൽ നിന്ന് നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ ആ ഒരു ജനനേന്ദ്രിയം ചിത്രീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡ് ഒറ്റൊറ്റ് ഭഗവാന്റെ തല, ശിവലിംഗമാണല്ലോ ഭഗവാന്റെ കോൺസെപ്റ്റ് സങ്കല്പം, ആ ശിവലിംഗത്തിൽ 3-4 തുള്ളി ബ്ലഡ് ഒറ്റ വീഴുന്നു. അപ്പം ഇത് ആർക്കറിഞ്ഞൂടാ ഹിന്ദു ശിവലിംഗമാണെന്നും അത് മൈപ്പീലി ആകൃതിയിൽ അമ്മ പെങ്ങന്മാരുടെ ജനനേന്ദ്രിയത്തിൻ്റെ രൂപം കാണിച്ച് ശബരിമല സമയത്ത് ഈ രഹിന പാത്തിമയൊക്കെ കയറിയ സമയത്ത് ചേട്ടന് ഓർമ്മ കാണും. അതെ, എറണാകുളത്ത് ഒരു ഫെസ്റ്റൊക്കെ വെച്ചപ്പോൾ ജനനേന്ദ്രിയത്തിൻ്റെ ചിത്രവും ആർച്ചൊക്കെയാണ് അവർ കൊടുത്തിരുന്നത്. അപ്പം അത്തരത്തിൽ 3-ാം തീയതി മറ്റന്നാൾ തിരുവാതിര ഉത്സവമാണ്. കേരളത്തിലെ അമ്മമാരുടെ ഭഗവാന്റെ ഭർത്താക്കന്മാർ സുഖമായിരിക്കണം, നല്ല രീതിയിൽ കുടുംബം വാഴണം, മക്കൾ വരണമെന്ന് 7 ദിവസത്തെ തിരുവാതിര വ്രതമെടുത്ത് ദശപുഷ്പം ചൂടി ഭഗവാന്റെ മുമ്പ് ഒന്ന് തിരുവാതിര നൃത്തം വയ്ക്കും. ആ നൃത്തം വെച്ച് ഭഗവാൻ അതിൽ പ്രീതിപ്പെടും. അവർ ആഗ്രഹിക്കുന്ന ഇത് ഭഗവാൻ മഹാദേവൻ പാർവതി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് എങ്കിൽ ഈ സ്ത്രീക്ക് അത് ഗുണം കിട്ടുമെന്നാണ് ഈശ്വരീയ സങ്കല്പവും ഭാരതീയ സങ്കല്പവും ഒരു ഹിന്ദുമത വിശ്വാസിയുടെ ശിവഭക്തൻ്റെ വിശ്വാസം. അത് സ്ത്രീകളുടെ, പ്രത്യേകിച്ചും ഹിന്ദു സ്ത്രീകളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ചിത്രമാണ്. അവരുടെ തന്നെ ആർത്തവ പീരീഡിൽ, ആ മെൻസസ് പീരീഡിലുള്ള ബ്ലഡ് ഒഴുകി വന്ന് നേരെ ശിവലിംഗത്തിൽ ഒറ്റൊറ്റ വീഴുന്നു. ഇത് ഏത് സംസ്ഥാനത്ത് നടക്കും?
ഇത് അർബൻ നക്സലൈറ്റുകൾ ആയിട്ടുള്ള ചില ലളിതകലാ അക്കാദമിയിൽ കയറിയിട്ടുള്ള വ്യക്തികൾ ഈ ആശയത്തിന് രൂപം കൊടുത്തു. അത് ഈ പഹയന്മാരായിട്ടുള്ള ഡയറക്ടർ, ലോട്ടറി ഡയറക്ടറോ അത് പ്രിൻ്റ് ചെയ്യുന്ന ചീഫുകൾക്കോ ഒന്ന് പരിശോധിച്ചുകൂടായിരുന്നു. അപ്പോൾ ഇത് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു മതവിഭാഗത്തിനെ മാത്രം കടന്നാക്രമിക്കുന്നു. കഴിഞ്ഞ ഇതേ സമയമാണ് ശബരിമല സമയങ്ങൾ വരുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി പീരീഡിലൊക്കെയാണ് അവിടെ പ്രക്ഷോഭങ്ങൾ. എപ്പോഴും ഇവർ ശബരിമല സീസണിൽ എന്തെങ്കിലും വിവാദങ്ങൾ സർക്കാരുകൾ കൊണ്ടുവരും ഹിന്ദുക്കളെ ദ്രോഹിക്കാൻ. അത് കഴിഞ്ഞിട്ട് നേരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റമാണ് ഹിന്ദു സംഘടനകളുടെ സമരമെന്ന് ഇവർ ആക്ഷേപിക്കാറുണ്ട്. അവരുടെ മീഡിയകളിലെല്ലാം അവർ പ്രചരണം കൊടുക്കുന്നു, അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഉള്ള ഈ പറയുന്ന സഖാക്കളും ബുദ്ധിജീവികളും പുരോഗമന പ്രസ്ഥാനത്തിലുള്ളവരും പൂക്കായും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്തുകൊണ്ട് മറ്റേ അയ്യപ്പന് വേണ്ടി ഒരു പാട്ട് ഒരു പയ്യൻ എഴുതിയപ്പം, ഒരു പ്രവാസി എഴുതിയപ്പോൾ അതിനെതിരെ ഒരു കേസിന് വേണ്ടി പോയതും പിന്നെ പിൻവാങ്ങിയതും. ഇതേപോലെ കോട്ടയം കോളേജിൽ അധ്യാപകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടി തൊടുപുഴ. ആ ജോസഫ് മാസ്റ്ററുടെ പ്രൊഫസറുടെ കൈവെട്ടിയത് എന്തിനാണ്? ഏതോ മതവികാരത്തെ ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് ചില വിഭാഗ മതത്തിന് വ്രണപ്പെടുത്തുന്ന കവിതകളോ പാഠ്യപദ്ധതികളോ അദ്ദേഹം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ചില അർബൻ ഇസ്ലാമിസ്റ്റുകളും അവർക്ക് പിന്തുണയായിട്ട് ചില SFIക്കാരും ചേർന്ന് ആ മാസ്റ്ററുടെ കൈവെട്ടികളത്. അപ്പം ഇവിടുത്തെ എന്തു വന്നാലും ഉത്തരേന്ത്യയിൽ ബഹളം കാണിക്കുമ്പോൾ ഇപ്പോൾ ഉന്നാവോയിൽ നടന്ന സംഭവത്തിന് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ വഴിയേരി എത്തിച്ചു. ഇതിനെതിരെ ഹിന്ദുക്കൾക്കെതിരെ വരുമ്പോൾ അവർക്ക് പുരോഗമനം ഇല്ല, മതേതരത്വം ഇല്ല, സോഷ്യലിസം ഇല്ല, പൂക്ക പ്രസ്ഥാനം ഇല്ല, കാപ്പു പ്രസ്ഥാനം ഇല്ല, DYFI ഇല്ല, SFI ഇല്ല, ബാലസംഘം ഇല്ല. അപ്പോൾ ഹിന്ദുക്കളുടെ ആത്മാവിനെ വ്രണപ്പെടുത്തുന്ന രീതി, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിൽ സമരങ്ങൾ, ഈ ലോട്ടറി എന്ന് പറയുമ്പം നമ്മൾ ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് RSSൻ്റെ പരിവാർ സംഘടനകൾ പറഞ്ഞിട്ടുള്ള എന്താണ്, അത് പാവങ്ങളുടെ നമ്മളെ സമരത്തിന് ശക്തമായ പോകാൻ, ശക്തമായി ശബരിമല പോലെ സമരം ചെയ്യാൻ നമുക്ക് കഴിയും. പക്ഷേ ഒത്തിരി പാവങ്ങൾ ഈ ലോട്ടറി വിറ്റ് കമ്മീഷൻ വാങ്ങിച്ച് പച്ചരി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. വികലാംഗർ, അത് കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള ചില അനാഥരെ ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് കേരളത്തിലെ ഈ പാവങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ സ്വയം സേവാ സംഘവും ഹിന്ദു സംഘടനകളും ഈ ലോട്ടറി കടകൾക്കെതിരെയും ഈ സ്ഥാപനത്തിനെതിരെയും പോകാത്ത. അല്ലെങ്കിൽ നമുക്ക് പോകാൻ അറിഞ്ഞിടാത്തതുകൊണ്ടല്ല, പക്ഷേ പാവങ്ങൾ ലോട്ടറി വിറ്റ് ജീവിക്കുന്നത് കൊണ്ട് മാത്രം ആണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടന അവരുടെ ഡയറക്ടർ ബോർഡിനെ ഒരു മെമ്മോറണ്ടത്തിൽ കൂടി അറിയിക്കുക, ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി എടുക്കുക. ഒന്നും നമ്മൾ റൈറ്റിങ്ങിൽ കൊടുത്താലോ ധർണ വച്ചാലോ ഒന്നും ഉദ്യോഗസ്ഥന്മാരോ ഈ ഭരണവർഗത്തിലുള്ളവർക്കും മൈൻഡില്ല നമ്മൾ കൊടുത്താൽ. അതേസമയം മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറിയൊരു എഴുത്ത് കൊണ്ട് കൊടുത്താൽ അവർക്ക് ഉടനെ തന്നെ ആക്ഷൻ. അതായത് എന്നാ മഹമെന്ന് ഞാൻ പൊളിച്ചു പറയുന്നില്ല. കാരണം അത്തരത്തിലൊരു മതപ്രീണന ഞങ്ങളിൽ മതമില്ല എന്ന് പറഞ്ഞ് ഭരിക്കുന്നവർ ചെയ്യുമ്പോൾ, അപ്പോൾ ഈ കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കെതിരെ സർക്കാർ വോട്ട് കുറഞ്ഞതുകൊണ്ട് വൈരാഗ്യത്തിലാണ് ഇത് ചെയ്തതെന്നാണ് നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകരും ഹിന്ദു സംഘടനാ നേതാക്കളും ചിന്തിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവണത തുടർന്ന് പോവുകയാണ് എങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനും പാലക്കാട് കോർപ്പറേഷനും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയും നമ്മുടെ ആലപ്പുഴയുള്ള 8 പഞ്ചായത്തൊക്കെ കിട്ടിയതുപോലെ നല്ല മറുപടി ഇവിടുത്തെ ഹിന്ദു ജനത വരുന്ന മെയ്യിലെ തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് കൊടുത്തിരിക്കും, ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.